ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിംസ് ഫേവറേറ്റ്സ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കുട്ടി ക്രാഫ്റ്റാണ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കളർ പേപ്പർ വേണം. അപ്പോൾ ഞാനിവിടെ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു പേപ്പർ വർക്കാണ്, ഒരു പേപ്പർ ഫ്ലവറാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. കളർ പേപ്പറാണിത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഒരു സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൻ്റെ അടപ്പെടുത്തിട്ട് നല്ലൊരു സർക്കിൾ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ സർക്കിൾ ഷേപ്പിൽ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് കത്രിക വെച്ചിട്ട് ഒന്ന് ചുറ്റിച്ചിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന വിധം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടും ഏറ്റവും എൻഡിലെത്തുന്നത് വരെ ഇതുപോലെ ചുറ്റിച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഏറ്റവും എൻഡിലെത്തുമ്പോൾ നിങ്ങൾക്ക് ഇനി കട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുന്ന ടൈമിൽ അവിടെ നമുക്ക് നിർത്താം. ആക്ച്വലി എനിക്ക് ക്രാഫ്റ്റ് പറഞ്ഞിരുന്നത് എൻ്റെ മോളാണ്. അവൾക്ക് സ്കൂളിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫ്ലവർ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളാണ് എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചിട്ട് വന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ഏറ്റവും എൻഡിലെത്തിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു പാർട്ടിൽ അവിടെ ആ കട്ടിങ് ഒന്ന് അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. നല്ല ഭംഗിയിലേ കാണാൻ, ഒരു സ്പ്രിംഗ് ഒക്കെ പോലെ. എനിക്കിങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇനി നമ്മൾ വേണ്ടത് ഇതൊരു കമ്പിലേക്ക് ചുറ്റിയെടുക്കണം. കമ്പ് വച്ചിട്ട് ചുറ്റിയെടുക്കണം. കമ്പിന്മേൽ സ്റ്റിക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ എവിടെ വച്ചിട്ടാണ് കട്ടിങ് തുടങ്ങിയത് ആ ഒരു ഭാഗമാണ് ഫസ്റ്റിൽ നമ്മൾ ചുറ്റിയെടുക്കേണ്ടത്. ആ ഭാഗത്തു നിന്നാണ് നമ്മൾ ചുറ്റിച്ചെടുക്കേണ്ടത്. ഓക്കെ, അപ്പം ഇങ്ങനെ കമ്പിൻ്റെ മേളിൽ വെച്ചിട്ട് നമുക്ക് ചുറ്റിയെടുക്കാം. അപ്പം മോൾ എന്നോട് പറഞ്ഞു, അമ്മ എനിക്ക് ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി തരണം, ഇതുപോലെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ അവളാണ് പറഞ്ഞത്. അപ്പോൾ ഉണ്ടാക്കി വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആ ഒരു ഫ്ലവർ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. ഫസ്റ്റിൽ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്കത് റെഡി ആയില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഉണ്ടാക്കി വന്നപ്പോഴാണ് അത് ഒന്ന് കറക്റ്റായി വന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും എൻഡിലോട്ട് എത്തുമ്പോൾ കുറച്ചൊരു പാടുണ്ട്. അപ്പോൾ അതിങ്ങനെ നമുക്ക് എടുത്തിട്ട് ഇനി നമുക്ക് ആ സ്റ്റിക്ക് വേണ്ട, സ്റ്റിക്ക് നമുക്ക് ഊരിയെടുക്കാം. എന്നിട്ട് ഏറ്റവും അടിയിലത്തെ ആ ഒരു ഭാഗം നമുക്ക് അതിൻ്റെ ഏറ്റവും അടിയിൽ തന്നെ ശരിക്കും ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അടിയും ഏറ്റവും മോൾ ഭാഗവും നമുക്കൊന്ന് പ്രസ് ചെയ്ത് പിടിക്കണം. എന്നിട്ട് ഏറ്റവും മോൾ ഭാഗം ഉള്ളിലേക്ക് പോകുന്ന വിധം അമർത്തി കൊടുക്കണം. അങ്ങനെ അമർത്തണമെങ്കിൽ നമ്മളെ താഴ്ഭാഗം നമുക്കൊന്ന് ലൂസാക്കി കൊടുക്കണം. അപ്പോൾ ലൂസാക്കി കൊടുക്കുമ്പോൾ ആ ഒരു ഫ്ലവർ ഒന്ന് വലുതാകും. എന്നിട്ട് ആ മുകളിലത്തെ ആ ഒരു ചെറിയൊരു പോർഷൻ ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് ശരിക്കും അവിടെ നിന്നോളും. അപ്പം മോള് ചെയ്യുന്ന ടൈമിൽ ഇവിടെയാണ് അവൾക്ക് ചെയ്യാൻ കഴിയാതെ വന്നത്. അവിടെയാണ് അവളെ നിർത്തിയിട്ട് പോയത്. അവിടെ വച്ചിട്ടാണ് എന്നോട് പറഞ്ഞത്, അമ്മ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി തരൂ, എനിക്ക് പറ്റണില്ല എന്ന്. അപ്പോൾ അവൾക്ക് ഇവിടെ നിന്ന് ആ ഒരു കൈ ലൂസാക്കുന്ന സമയത്ത് ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് വിട്ടു പോരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ താഴെ ലൂസാക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലവർ ഇത്തിരി വലിപ്പം ഉണ്ടാവും. അത് ടൈറ്റ് ആകുമ്പോൾ ഫ്ലവർ ഒന്ന് ചെറുതാവും. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ ഒരു പോർഷനിൽ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഉള്ളിലോട്ടേക്ക് പിടിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് അവിടെയൊക്കെ ഗ്ലൂ വെച്ചിട്ട് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അവിടെ നല്ല പോലെ ഒട്ടിച്ചെടുക്കണം. അല്ലെങ്കിൽ ലൂസായി പോകട്ടോ. പിന്നെ ഏറ്റവും അവസാനത്തെ ആ ഒരു ഭാഗവും കൂടി നമുക്ക് ഗ്ലൂ വെച്ചിട്ട് എല്ലാം ഒന്ന് പ്രസ് ചെയ്ത് കുറച്ച് നേരം നമുക്ക് പിടിച്ച് വെക്കാം. അപ്പോൾ നല്ല പോലെ അവിടെ ഒട്ടിക്കിട്ടും. ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ഫ്ലോപ്പായി പോവും. അപ്പോൾ 1-2 തവണ ചെയ്യുമ്പോഴത്തേക്കും അത് റെഡിയായി വന്നോളും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഗ്ലൂ വെച്ച് അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഇങ്ങനെ അമർത്തി പിടിച്ച് നിൽക്കണം കേട്ടോ. എങ്കിലാണ് അതൊന്ന് സെറ്റായി കിട്ടുക. ഓക്കെ, അങ്ങനെ നമ്മുടെ ഫ്ലവർ അടിപൊളിയായിട്ടുണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നോക്കൂ, നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. ഇനി ഞാനിതിൽ ഇത്തിരി ഡെക്കറേഷൻ കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്ലൂ വെച്ചിട്ട് അതിൻ്റെ ആ ഒരു എൻഡിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദേ ഈ വീഡിയോയിൽ കാണുന്ന വിധം ജസ്റ്റ് ഒരുപാട് ഗ്ലൂ അപ്ലൈ ചെയ്യരുത് കേട്ടോ. കുറച്ച് നേരിയ രീതിയിൽ ആ ഒരു വക്കിലൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാം. ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഗ്ലിറ്ററാണ് എടുത്തത്. അപ്പോൾ ഗ്രീൻ കളറാണ് എൻ്റെ കയ്യിലുള്ളത്, അതുകൊണ്ടാണ് ഞാനത് എടുത്തത്. ഇനി നമുക്ക് ആ ഗ്ലൂ അപ്ലൈ ചെയ്ത ഭാഗത്തേക്ക് ആ ഗ്ലിറ്റർ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷനാണ് കേട്ടോ, വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ എനിക്കിങ്ങനെ ചെയ്തിട്ട് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്ത് അറിയിക്കണം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഗ്രീറ്റിംഗ് കാർഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കുട്ടി കുട്ടി ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് അതിൻ്റെ മുകളിലൊക്കെ വെച്ച് ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാകും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.